ദൈവം ഒരു കെട്ടുകഥയല്ല. ദൈവം ആരുടെയെങ്കിലും ഭാവനാവിലാസമല്ല, കൽപ്പിത കഥയല്ല, ഭ്രമകൽപ്പനകളല്ല. ആരോ ഏകാന്ത നേരങ്ങളിൽ എഴുതിയുണ്ടാക്കിയ അയാളുടെ വിഭവങ്ങളിൽ ഉന്മാദങ്ങളിൽ രൂപപ്പെട്ട ഒരു കൽപ്പിത കഥയല്ല ദൈവം. ദൈവം സത്യമാണ്. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജീവിക്കുന്ന ദൈവമാണ്. ബൈബിളിലെ ദൈവത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം കൈ നീട്ടുന്ന ദൈവമാണ്. ആ ദൈവം തൊടുന്ന ദൈവമാണ്. ആ ദൈവം കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ആ ദൈവം ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവം കുടുംബത്തിൽ കയറി വരുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് മറ്റെല്ലാ മതങ്ങളിലും ദൈവത്തെ കാണണമെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകണം. പക്ഷെ ക്രിസ്ത്യാനിക്കൊരു ദൈവമുണ്ട്. അവൻ നിങ്ങളുടെ അടുക്കളയിൽ കയറി വരും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദൈവമുണ്ട്. അതാണ് മാർത്തയും മറിയയും അവളുടെ വീട്ടിലേക്ക് ഭർത്താവ് അങ്ങോട്ട് കയറി ചെന്നു. സക്കവൂസിന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, അവൻ മരത്തിന്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് അവൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഒന്ന് കണ്ടാൽ മതിയെന്നാ.